ഞാൻ അബുദാബിയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സൺസെറ്റിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഞാൻ നോർമലി എല്ലാ സൺസെറ്റും സൺസെറ്റ് എന്നല്ല, നോർമലി ഈവനിങ് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈവൻ നമുക്കിപ്പം ഈവനിങ് ഷിഫ്റ്റ് ഉണ്ടായാൽ തന്നെ സൺസെറ്റ് അല്ലെങ്കിൽ ഈവനിങ് വൈബ് കിട്ടാൻ വേണ്ടി മാത്രം 2 മണിക്കൂർ 1.5 മണിക്കൂർ പുറത്തിറങ്ങി ആ വൈബ് ആസ്വദിക്കുന്നൊരു വ്യക്തിയാണ്. എന്നെപ്പോലെ പല ആൾക്കാരുമുണ്ട്. നോർമലി എല്ലാ കോർപ്പറേറ്റീവ് എംപ്ലോയീസും സെയിം ടൈപ്പ് തന്നെയായിരിക്കും. അപ്പോൾ റീസെൻ്റ്ലി വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഈവനിങ് പോകാൻ പറ്റിയ ലൊക്കേഷൻസൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിയർ ബൈ ലൊക്കേഷനിൽ കണ്ടൊരു ഷാലില പോണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടു. നമ്മൾ നാട്ടിലെ വൈബും നാട്ടിലെ ഓലമൊടലും തേങ്ങ സെറ്റപ്പെല്ലാം കണ്ടിട്ട് ഒരു ബീച്ച് വൈബ് കണ്ടിട്ട് പോയതാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടിയ സൺസെറ്റ് ഈവനിങ് മെസ്മറൈസിങ്, നോ വേർഡ്സ്. ആ ഒരു എക്സാക്റ്റ് സിമ്മെട്രിക്കലായിട്ടുള്ള സൺസെറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം വരാൻ പോകുന്ന വീഡിയോയിൽ എക്സാക്റ്റ്ലി അത് കാണും. നമ്മളവിടെ എത്തിയ സമയത്ത് തന്നെ ആൾക്കാരൊക്കെ അവിടെ ക്യാമ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല. ക്യാമ്പിംഗ് ആക്ച്വലി അവിടെ മമ്മിയാണ്, ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റില്ല, ഫിഷിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബീച്ച് റോഡ് നാട്ടിലേക്ക് ബീച്ച് റോഡില്ലേ, സെയിം ബീച്ച് റോഡ് കൊണ്ടുപോയി. കടലല്ല, ഒരു പോണ്ടാണ്, റിവർ എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. റിവറല്ല, ആക്ച്വലി ആ ഒരു പോണ്ടാണോ പുഴയാണോ എന്തെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി എവിടെയാണ് ഇതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കാൻ പോയിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് ഓസം. കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ അവിടെ പോകുന്നുണ്ട്. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് നമ്മുടെ നാട്ടിലെ പുളിമൂട്ട് പോലത്തെ ഒരു ബീച്ച്, അതായത് ഈ കടലും പുഴയും സെപ്പറേറ്റ് ചെയ്യുന്ന പുളിമൂട്ട് ടൈപ്പ് ഒരു ബീച്ച് എനിക്ക് അവിടെ കാണാൻ പറ്റി. പക്ഷെ പോകാൻ പറ്റിയില്ല. പക്ഷെ ഒന്നും കൂടെ പോവും. ഇപ്രാവശ്യം വന്നിട്ട് ഏത് ലൊക്കേഷൻ, ഏത് സ്പോട്ടെന്നാണ് ഈ സൺസെറ്റ് എൻജോയ് ചെയ്യേണ്ടതെന്നത് ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി. കാരണം ഓരോ സ്ഥലത്തും ഓരോ വൈബ്രൻറ്റ് അറ്റ്മോസ്ഫിയറും വൈബ്രൻറ്റ് സിനാരിയോസും വൈബ്രൻറ്റ് വ്യൂസും. ആദ്യം ഒരു സ്ഥലത്ത് വന്നു, പാർക്ക് ചെയ്തു, ഇത് അടിപൊളിയാണ്. എന്നിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കുമ്പോൾ അതിനേക്കാളും അടിപൊളിയാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും മസ്റ്റായിട്ട് പോയി ഈവനിങ് നല്ല അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഈവനിങ് മാത്രമേ ചെയ്യാൻ പറ്റൂ, നൈറ്റിൽ ക്യാമ്പിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അതും മമ്നുമാണ്, പക്ഷേ ആൾക്കാരൊക്കെ ഫിഷിങ് ചെയ്യുന്നുണ്ട്. നോ പ്രോബ്ലം അറ്റ് ഓൾ. പിന്നെ അവിടെ ഇരുന്ന് മെല്ലെ ആസ്വദിക്കാം, ഈവനിങ് ആസ്വദിക്കാം. കാം ആൻഡ് ക്വയറ്റാണ്, തിരക്കില്ല, പ്രശ്നങ്ങളില്ല, ശബ്ദങ്ങളില്ല. സിറ്റി ആയിട്ട് കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തൊരു ഫീലായിരിക്കും. നമ്മുടെ ഷഹാമ പോകുന്ന വഴിയില്ലേ, അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് ഒരു അൽ അത്തീഫ് എന്ന് പറയുന്നൊരു റോഡുണ്ട്. ആ റോഡിലെ കൂടി വന്ന് നേരെ ലാസ്റ്റ് എൻഡിങ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് DM ചെയ്യാം. ലൊക്കേഷൻ എക്സാക്റ്റ്ലി ഞാൻ പിൻ ചെയ്തുതരാം.